ഹായ് കൂട്ടുകാരെ, ഞാൻ മുഹമ്മദ് മിസ്അബ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് എനിക്ക് ടീച്ചർ തന്ന പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് സംഗീതപ്രിയനായ കഴുത. ഹിതോപദേശ കഥകളാണ് ഇതിലുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് പേജ് വായിച്ചു തരാം. സംഗീതപ്രിയനായ കഴുത. ഹിതോപദേശ കഥകൾ അറിവിൻ്റെ ചെപ്പുകളാണ്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളായി ഈ കഥകൾ നിലനിൽക്കുന്നതും പ്രചരിക്കുന്നതും. പ്രായോഗിക ബുദ്ധി ചിത്രം ബോധം ആത്മാർത്ഥത വകതിരിവ് സമർപ്പണം തുടങ്ങിയ സദ്ഗുണങ്ങൾക്കു ജീവിതത്തിലുള്ള സ്ഥാനമാണ് ഈ പുസ്തകത്തിലെ ഓരോ കഥയും പറയുന്നത്. അതിലെ മനോഹരമായ ചിത്രങ്ങളും കഥകളും കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഇഷ്ടപ്പെടും. ഇതിലുള്ള ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പൂച്ചയുടെ ജോലി. കാട്ടിലെ രാജാവായ സിംഹത്തിന് ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ പറ്റി വന്നു. ഒരു എലിയായിരുന്നു കാരണം. സിംഹം കണ്ണടച്ചാൽ അവൻ വരും. താടിയും മുടിയും കടിച്ചു മുറിക്കും. ശരീരത്തിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അതോടെ സിംഹത്തിൻ്റെ ഉറക്കവും നഷ്ടപ്പെട്ടു. സിംഹം പൂച്ചയെ സഹായം ചോദിച്ചു. നീ എനിക്ക് ശല്യമായ എലിയെ കൊന്നു തരുമോ? നിനക്ക് ഞാൻ വയറ് നിറയെ മാംസം തരാം. അങ്ങനെ സിംഹം പറഞ്ഞു. പൂച്ച സമ്മതിച്ചു. അങ്ങനെ സിംഹത്തെ കാവലിരുന്നു പൂച്ച. സിംഹം തന്ന മാംസം എല്ലാതും തിന്നു തടിച്ചു കുരുത്തു. എലി വന്നു. അപ്പോൾ പൂച്ച പതുങ്ങി നിന്നു. ഒരൊറ്റ ചാട്ടം ചാടി. അപ്പോൾ പൂച്ച എലിയെ കൊന്നു. സിംഹത്തെ ചോദിച്ചു. അങ്ങനെ പൂച്ച സിംഹത്തിനെ പറഞ്ഞു, ഞാൻ എലിയെ കൊന്നു. നീ പോയിക്കോ. നിന്റെ ആവശ്യമില്ല. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? തൻ്റെ സേവനം
രാജാ രാജമാനാണ്. യജമാനനല്ലേ? യജമാനാണ്. ജീവിക്കാൻ പറ്റാത്ത